ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് വ്ളോഗ് ഇടാനൊന്നും സമയമില്ലയെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളുടെ പുറകെ ഓടുമായിരുന്നു. അപ്പോൾ ഞാൻ 14 ഡേയ്സ് പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻറ്റ് സമയത്ത് മാത്രമേ ഞാൻ എൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ. റെസ്റ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുക, ആ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുക, ഡ്രസ്സ് വയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറകെ ആയിരുന്നു. സോ ഞാൻ മസാജിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ മസാജ് തെറപ്പിസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മസിലൊന്ന് ലൂസാക്കോ, കൈയൊന്ന് ടൈറ്റ് ആക്കാതെ ഇരിക്കുമോ. കാരണം എൻ്റെ മൈൻഡ് അത്രയ്ക്ക് ആക്റ്റീവാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതായിരുന്നു കാര്യം. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് പോയപ്പോഴേക്കും അമ്മൂമ്മ സത്യം പറഞ്ഞാൽ ഭയങ്കര കൂനലാണ്. കൂനലെന്ന് വെച്ചാൽ അമ്മൂമ്മ ഈ OCD ഉള്ളതുകൊണ്ട് തൂക്കുകയും തുടക്കുകയും ചെയ്ത് തന്നെ അമ്മൂമ്മ അങ്ങ് നല്ലപോലെ കൂനി. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും കൂനിയുണ്ട് അമ്മമ്മയ്ക്ക് നൂന്ന് നിൽക്കണമെങ്കിൽ ഒരു ബെൽറ്റ് ഇടണം. അപ്പോൾ ബെൽറ്റ് മേടിച്ച് വെച്ചേക്കുന്നത് അമ്മമ്മ വെളിയിൽ പോകാൻ വേണ്ടി മാത്രം ഇടാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ബെൽറ്റ് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിനെ കൊണ്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അമ്മമ്മേനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അമ്മമ്മേനെ. ഞാൻ പ്രതീക്ഷേനേക്കാളും അമ്മമ്മ നല്ലപോലെ ഒന്ന് ബെറ്ററായി. പക്ഷേ ഇവിടെ വന്ന് വീണ്ടും തൂക്കുകയും തുടക്കുകയും ചെയ്തെന്ന് ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ബെൽറ്റ് ഇട്ട് കൊടുത്തു. ഇപ്പോൾ വീണ്ടും നമ്മൾ വെളിയിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ബെൽറ്റ് ഇടാൻ പോവുകയാണ്. ആക്ച്വലി ഇപ്പോൾ പോണതിന് മുമ്പ് ഇട്ടാൽ മതി, അത് മതി. എന്നിട്ട് ഇതൊക്കെയായിരുന്നു നമ്മളിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞാൻ റെഡിയായി, മോളെ റെഡിയാക്കി. ഞാൻ മോളെ കൊണ്ട് പോവുകയാണ്. ഞാനും അമ്മമ്മയും മോളാണ് പോകാനിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് യോജി മോൻ്റെ കൂടെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു. കാരണം അവനെയും കൊണ്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നത് ശരിയാവത്തില്ല. അമ്മമ്മയുടെ മുടിയൊക്കെ നരച്ചൊരു പരുവായിരുന്നു. ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സമയത്ത് എണ്ണയൊക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഡൈ ഇടേണ്ട, മോളുടെ ഒരു പരിപാടിയുണ്ട്, അതിന് തൊട്ട് മുമ്പ് ഇട്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് പോയി നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ 10 മണിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ സമയം 10:54. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഞാനൊന്ന് റെഡി ആയിട്ട് പതുക്കെ വന്നോട്ടെ, അതിന് ശേഷമുള്ള അപ്പോയിൻമെൻറ്റ് തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. സോ അമ്മൂമ്മേനെ ഒരുക്കി. അമ്മൂമ്മയ്ക്ക് സ്വന്തമായിട്ടൊക്കെ ഇടാൻ പാടാണ്, അപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. മോളെ റെഡിയാക്കി, ഞാനും റെഡിയായി. അപ്പോൾ ഹസ്ബൻഡ് ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുമായിരുന്നു, അവൻ്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഈക്വലി ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. ഇവർ രണ്ടുപേരും ഒരുക്കിയിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത്. സോ എന്നെ കൂടെ പറ്റുന്ന പോലെ ഞാൻ ചെയ്തു. എനിക്ക് എല്ലാം ചെയ്തിട്ട് പിന്നെ എൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ മടിക്കും. അതാണ് ഞാൻ മുടി പോലും നേരെ അധികമൊന്നും ചെയ്യാത്ത, ജസ്റ്റ് ഒരു റബ്ബർ ബാൻഡ് ഇട്ടങ്ങ് വെച്ച്. സോയാ അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യാൻ പോയത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ കഴിഞ്ഞ ഓൾമോസ്റ്റ് 14 ഡേയ്സ്, ഈ 14 ഡേയ്സിൽ 2 ദിവസം എനിക്ക് സ്കിപ്പായി. കാരണം എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. സോ ആ 2 ദിവസം ഞാൻ പോയിട്ടില്ല. പക്ഷേ അമ്മൂമ്മയ്ക്ക് ആ 2 ദിവസം ട്രീറ്റ്മെൻറ്റ് കൂടുതൽ കിട്ടിയായിരുന്നു. സോ ഐ വാസ് ഹാപ്പി. അമ്മൂമ്മയ്ക്ക് ആർക്കെങ്കിലും ട്രീറ്റ്മെൻറ്റ് കിട്ടിയതെന്ന് കരുതി. സോ ഈ ലാസ്റ്റ് 14 ഡേയ്സ് എന്ന് വെച്ചാൽ നമ്മുടെ റുട്ടീൻ ഇങ്ങനെയായിരുന്നു. ഞാൻ വേണമെങ്കിൽ നമ്മുടെ റുട്ടീൻ്റെ ചെറിയൊരു ഗ്ലിംസ് ഇടാം. Okay, bye. Bye, love you. അത് വേറെ ഒന്നുമല്ല, എൻ്റെ കാർഡ് വന്നത്. അത് മറ്റേ അതിനകത്ത് വയ്ക്കണം. അപ്പോൾ പോയി സൈനിട്ട് കൊടുത്താണോ മേടിച്ചത്? അല്ലാതെ തരത്തില്ല. That's okay. അപ്പോൾ ബേസിക്കലി ഇതെന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, മോനെ റെഡിയാക്കുക, സ്കൂളിൽ പറഞ്ഞു വിടുക, ഞാൻ ട്രീറ്റ്മെൻറ്റ് റെഡിയാക്കുക, ട്രീറ്റ്മെൻറ്റ് പോവുക, അവിടെ കോംപ്ലിമെൻ്ററി ബാത്ത് ഉണ്ടായിരുന്നു മോളെ കുളിപ്പിക്കുക. ഇത് കഴിയുമ്പോൾ തന്നെ ലിയൻ സ്കൂൾ ബസ്സിന് തിരിച്ചു വരാൻ സമയമാവും. ഒന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അതിന് ശേഷം പോകാനുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് വരും. അതല്ല എങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട്
എന്താ പറയുക, വീട്ടിൽ വന്നിട്ട് അവനെ എടുത്തിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്തു, കുറച്ച് ദിവസം നമ്മൾ വെളിയിൽ. അവന് ഭയങ്കര പരാതിയായിരുന്നു, ക്യാൻഡ വിട്ട് വന്നു, എനിക്ക് എവിടെയും കളിക്കാൻ കൊണ്ടുപോയില്ല എന്നൊക്കെ പരാതിയായിരുന്നു. അമ്മൂമ്മ പിന്നെ ആശുപത്രിയിലായതിൻ്റെ അമ്മൂമ്മേനെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവന് 2 ദിവസം നമ്മൾ ലുലു മാളിൽ കൊണ്ടുപോയി, അവിടെ മെയിൽ ഫൺട്യൂർ ഉണ്ടല്ലോ, അവിടെ കളിപ്പിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ ചെയ്തു. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ തന്നെ നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓടി ഓടി നടക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വാട്ടർ ഫിൽറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രിഡ്ജ് വന്ന കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സോളാർ. ഇവിടെ ഭയങ്കര കറണ്ട് ബില്ല് വരുന്നുണ്ട്. നമ്മൾ AC ഇടുന്നുണ്ട്. AC എനിക്കും ഹസ്ബൻഡിനും അഡ്ജസ്റ്റ് ചെയ്താലും മോക്കൊട്ടും പറ്റുന്നില്ല, മോനും പറ്റുന്നില്ല. കാരണം അവർ ക്യാൻറ്റീനിൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓടുകയാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇപ്പോൾ വ്ളോഗ് എടുക്കുമ്പോഴും മോൾ ഇവിടെ ഉണ്ട്, ബെഡിൽ അവിടെ കിടന്ന് അവൾക്ക് കളിക്കാൻ ഒരു സാധനമുണ്ട്. അവൾ എപ്പോൾ കരയുമെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി നമ്മൾ അടുത്ത വരാൻ പോകുന്ന വ്ളോഗ് എന്ന് വെച്ചാൽ ഞാനും അമ്മൂമ്മയും ഇന്ന് പോകുന്നതിൻ്റെ വ്ളോഗായിരിക്കും അടുത്ത് വരുന്നത്. ഞാനും അമ്മൂമ്മയും മോളും മാത്രമേ ഉള്ളൂ. മോനെ മുടി വെട്ടുന്ന അവിടെ കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. അവൻ അവിടെ വന്നിട്ട് അവനൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനും കളിക്കാം, യോജിക്കും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടയർഡാവുമല്ലോ. അപ്പോൾ ഇങ്ങോട്ട് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. നമ്മുടെ വീട്ടിലെ കാര്യത്തിന് എല്ലാത്തിനും യോജി ചെയ്യാൻ എൻ്റെ കൂടെ ഓടുന്നത്. ഐ റിയലി റെസ്പെക്ട് ദാറ്റ് ഹീ ഈസ് ഡൂയിങ് സോ മച്ച് ഫോർ അസ്. അപ്പോൾ കാരണം യോജിയുടെ വീട്ടിൽ പോകാൻ പോലും സമയം കിട്ടിയില്ല. എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ് 14 days ഉള്ളതുകൊണ്ട്. കാരണം ഞാൻ കുളിക്കാനും ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്ത് യോജിക്കല്ലേ മോണോ നോക്കാൻ പറ്റില്ല. അമ്മമ്മയ്ക്ക് നോക്കാൻ പറ്റും, പക്ഷേ അത്രയ്ക്കൊന്നും ഓളെ എടുത്തു പാമ്പർ ചെയ്യും അങ്ങനെയൊന്നും അമ്മമ്മക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുമാത്രമല്ല, പകുതി എൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയം അമ്മമ്മയുടെ ട്രീറ്റ്മെൻറ്റ് സമയം ഒന്നായിരുന്നു ആദ്യം കുറച്ച് ദിവസം. സോ ഐ ഹോപ്പ് ഈ ഒരു വീക്കെൻഡ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മോളുടെ നെയിമിങ് സെറമണിയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇനി മോൻ്റെ ബർത്ത്ഡേ അടുത്ത മാസം August 30 അപ്പോൾ അന്ന് മാത്രമേ ഭയങ്കര വലിയ പണിയായിട്ട് എന്തെങ്കിലും ഉള്ളൂ. സോ അതുവരെ കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ യോജിയോട് പറഞ്ഞു വീട്ടിലൊക്കെ പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ. ഇപ്പോൾ എന്നെക്കൊണ്ട് പോകാൻ പറ്റുമല്ലേ എന്ന് എനിക്കറിയത്തില്ല. കാരണം പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പോയാൽ പിന്നെ നമുക്ക് സ്കൂൾ ഡേയ്സ് മോന് വീണ്ടും മിസ് ചെയ്യും സ്കൂളൊക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം പോയി വീട്ടിലൊക്കെ നിന്നിട്ട് വാ, അതല്ലേ നല്ലത്. കാരണം യോജിക്കും ആഗ്രഹം കാണത്തില്ലേ സ്വന്തം വീട്ടിലൊക്കെ പോയി നിൽക്കണം. നമ്മൾ ഇവിടുന്ന് പുനലൂർ വരെ പോകണം. ഇവിടെ തൊട്ടടുത്തായാലും കുഴപ്പമില്ലായിരുന്നു, പുനലൂർ വരെ പോകണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി നിന്നിട്ട് വാ, ഏതെങ്കിലും വീക്കെൻഡ്സ് എനിക്ക് പോയി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ആരെങ്കിലും ഒപ്പിച്ചാലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ഓരോ ദിവസവും 100 കാര്യങ്ങൾ തിരക്ക്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ലിയാൻ ഭയങ്കര വിഷമം. അപ്പം ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി, അമ്മമ്മ പ്രായമായതാ, നീ മനസ്സിലാക്ക്, ഇങ്ങനെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബഹളമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം അവനെ കളിപ്പിക്കാനൊക്കെ കൊണ്ടുപോയത്. ഇനി കുറച്ചായിട്ട് അവൻ ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായി. എന്നാലും ഇപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിൽ അമ്മൂമ്മ പറയുന്നത് അവനാണെങ്കിൽ ചൂടെടുത്തിട്ട് പോയി. അവൻ്റെ നിക്കറും അതായത് ബോക്സേഴ്സ് ഇട്ടുകൊണ്ടാണ് ഈ വീട്ടിൽ നടക്കുന്നത്. അവനോട് അമ്മൂമ്മയ്ക്ക് പേടി കൊതു എല്ലാം കടിക്കും, അവനോട് ഉടുപ്പിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടുപ്പെടുക്കാൻ എല്ലാം പോയപ്പോഴത്തേക്കും അവനങ്ങ് ദേഷ്യമായി. അമ്മൂമ്മ പറഞ്ഞിട്ടാണ് എനിക്ക് ഉടുപ്പിടാൻ, എനിക്ക് ഉടുപ്പ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ക്ലാഷാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരോട് എന്തോ പറയാൻ, എങ്ങനെ പോയാലും എല്ലാം ഇതാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓവർ സ്റ്റിമുലേറ്റഡ് ആണ് ചില സമയത്തൊക്കെ. കാരണം ഒരറ്റത്ത് മോക്ക് കരയുന്നു, അവൾക്ക് പാല് കൊടുക്കുന്നു, അവൻ്റെ കാര്യം നോക്കുന്നു, അമ്മൂമ്മയുടെ കാര്യം നോക്കുന്നു, ഞാൻ യോജി ഓരോരോ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. ഇതൊക്കെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആണോ എന്ന് ചോദിച്ചാലാണ്. ബട്ട് നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡെബി ആണല്ലോ എൻ്റെ മമ്മി പോലത്തെ. സോ ഡെബി എന്നെ വിളിച്ച് ചോദിച്ചാൽ ഹൗ ഇസ് എവറിത്തിങ് എന്ന്. ഞാൻ പറഞ്ഞു ഡെബി ഇറ്റ്സ് എ ലോട്ട്. അപ്പോൾ പുള്ളിക്കാരത്തി എനിക്കൊരു ഓഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. ഐ നോ ഇറ്റ്സ് എ ലോട്ട് ഇൻ യുവർ പ്ലേറ്റ് ബട്ട് യു ക്യാൻ ഡൂ ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ എനിക്കൊരു ഇച്ചിരി കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. ബട്ട് ദ തിങ് ഇസ് ലൈക്ക് എനിക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ. വീട്ടിലെ കാര്യം നോക്കണം, കാരണം വീട് തൂക്കണം, തുടയ്ക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോയി വരുന്നതുകൊണ്ട് നമുക്ക് മോർണിംഗ് ടു ഈവനിങ് ഇപ്പോൾ ഒരു ജോലിക്കാർ വരുമ്പോഴത്തേക്കും 8 to 4 ആയിരിക്കുമല്ലോ അവിടെ ഷിഫ്റ്റ്. അപ്പോൾ ഈ രാവിലെ നമ്മൾ ഇറങ്ങിയിട്ട് വൈകിട്ട് വരുന്ന നമ്മളെങ്ങനെ അവരെ കൊണ്ട് വീട് തൂക്കുകയോ തുടപ്പിക്കുകയോ ചെയ്യുന്നത്. സോ മൺഡേ തൊട്ട് ആളുണ്ട്. എനിക്കിങ്ങനെ രാവിലെ വൈകിട്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് 2 മാസത്തിൽ ആക്ച്വലി
അവൾക്കിപ്പോൾ 3 മാസം ആവാറായി. ഈ 2 മാസം എനിക്ക് ഒട്ടും റെസ്റ്റ് കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ഓടി നടന്ന് 100 കാര്യങ്ങൾ ചെയ്യും. എൻ്റെ ബാക്കിൽ നീര് വെച്ചാൽ ഒരു മുഴ, ഇത്ര വലിയൊരു മുഴയായിരുന്നു നീര്. അപ്പോൾ അവർ പാവം മറ്റേ ബിദിലാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടാണ് അത് നേരെയാക്കി തന്നത്. പിന്നെ അവിടുത്തെ വിശ്വേക ആയുർവേദ അവരെനിക്കാണെങ്കിൽ റെഡ് ലൈറ്റ് തെറപ്പി പോലെയൊക്കെ ചെയ്തു തന്നു. എന്നിട്ടാണ് നല്ലപോലെ കുറഞ്ഞത്. പക്ഷേ വീട്ടിൽ വന്നാലും ഇപ്പോൾ ജോലിക്ക് ഒരാളല്ലെങ്കിൽ എല്ലാവരും ഞാനും യോജിയും മാത്രമല്ല. എനിക്ക് ഭയങ്കര വിഷമമാണ് യോജി കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. എൻ്റെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ ഞാനല്ലേ ചെയ്യേണ്ടത്. പക്ഷേ എന്നാലും യോജി ഇന്നലെ ആണെങ്കിൽ ഇന്നലെ എവിടെയായിരുന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ അമ്മൂമ്മയും എൻ്റെ നെയിൽസ് കുഞ്ഞിൻ്റെ പരിപാടിക്ക് വേണ്ടി ഞാൻ എൻ്റെ നെയിൽസ് ഒന്ന് റീഫിൽ ചെയ്തായിരുന്നു. നെയിൽസ് ചെയ്തു. അമ്മൂമ്മയ്ക്കും നെയിൽ പോളിഷും കാലിൻ്റെ നഖവും കയ്യിൻ്റെ നഖവും ഒക്കെ വെട്ടി. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് മോനെയും കൊണ്ട് അമ്മൂമ്മയുടെ ഡ്രസ്സ്, ഈ പരിപാടിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോയി. പിന്നെ അമ്മൂമ്മയ്ക്ക് മരുന്നെടുക്കാൻ പോയി. പിന്നെ അമ്മൂമ്മയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും വീട്ടിൽ നമ്മൾ ഈ ലിയാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് മാത്രമേ മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോയി. പിന്നെ അതിന് ശേഷം ഇവിടെ അമ്മൂമ്മയ്ക്ക് ചിക്കൻ അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പോൾ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ഫിഷ് മേടിക്കാൻ പോയി. എന്തൊക്കെയോ മീൻ, ഏതൊക്കെ ഞാൻ ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. ഫിഷ് മേടിക്കാൻ പോയി. അമ്മൂമ്മയുടെ വേറെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടാണ് വീട്ടിൽ യോജി എത്തുന്നത്. അപ്പോൾ എൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ യോജി പറയുന്നത്, യോജിയുടെ അമ്മച്ചിയാണ് യോജിനെ വളർത്തിയത്. സോ യോജി എൻ്റെ അമ്മച്ചിക്ക് ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നു. എൻ്റെ ആഗ്രഹമല്ലായിരുന്നു വന്ന അമ്മൂമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ബട്ട് പുള്ളി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു തരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ. പിന്നെ നമ്മുടെ ആ ചെറിയ കാലം നമുക്ക് 5 പേർക്കും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതെന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ അടുത്തത്. കാരണം മോളുടെ കാർ സീറ്റ്, മോൻ്റെ ബൂസ്റ്റർ സീറ്റ്, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്നും അനങ്ങാൻ പറ്റാത്ത ഇങ്ങനെ ഇരിക്കുന്നത് ആ ചെറിയ കാറിൽ. ഫ്രണ്ടിൽ അമ്മൂമ്മയും യോജിയും. അതും എനിക്ക് ഈ ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ ഈ നോസിയുണ്ട് ഛർദ്ദിക്കാനുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനും വരും. അമ്മൂമ്മേനെ ബാക്ക് സീറ്റ് ഇരുത്താനും പറ്റത്തില്ല. സോ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒരു കാറിൻ്റെ എന്തെങ്കിലും ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പോയാൽ അമ്മൂമ്മയ്ക്ക് ആ കാർ യൂസ് ചെയ്യാമല്ലോ. ബട്ട് അത് ഒരു വലിയൊരു എക്സ്പെൻസായിട്ട് വരും. അപ്പോൾ എല്ലാം കൂടെ ഭയങ്കര എന്താ പറയുക, ഓവർ സ്റ്റിമുലേഷനാണ് എനിക്ക്. ബട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലേ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതേപോലത്തെ റുട്ടീനാണ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. ഇനി മോളുടെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ ഇച്ചിരി ഒരു പീസ് കാണും. അതിനാണ് ഞാൻ വെയിറ്റിംഗ്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒന്നും ചെയ്യാതെ ഒന്ന് ഫോണും കുത്തി ഇങ്ങനെ ഇരിക്കാനൊക്കെ കൊതിയാവുന്നു, സത്യം പറയാമല്ലോ. അതാണ് എൻ്റെ അവസ്ഥ. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പോലും ഞാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലേറ്റ് ആക്കി വെച്ചിട്ടാണ്. കാരണം അല്ലെങ്കിൽ നടക്കത്തില്ലായിരുന്നു. കാരണം രാവിലെ ഞാൻ യോജിയും ഫുഡ് ഉണ്ടാക്കി. ഞാൻ മുമ്പേ രാവിലെ മോളുടെ കാര്യം നോക്കി, മോൻ്റെ കാര്യം റെഡിയാക്കി. അങ്ങനെ 100 കാര്യങ്ങൾ അമ്മൂമ്മേനെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, പാത്രം കഴുകി, സിങ്കെല്ലാം കഴുകി, അടുപ്പെല്ലാം തുടച്ച് എല്ലാം ചെയ്തു വന്നപ്പോൾ തന്നെ 9:30 പിന്നെ അമ്മൂമ്മയ്ക്ക് റെഡിയാവാൻ ഞാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ മോളെ റെഡിയാക്കി. എന്നിട്ടാണ് ഞാൻ റെഡിയാവുന്നത്. മോനുണ്ടായിരുന്നെങ്കിൽ അവനെ റെഡിയാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ സമയം ഒരുപാടായി. അപ്പോൾ എന്തായാലും ഐ എം ഹോപ്പിങ് തിങ്സ് കാം ഡൗൺ. ഇപ്പോൾ ഞാൻ വന്നതിൻ്റെ ആ ഒരു ധൃതിയിലായതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുള്ളത്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി സ്റ്റഡി ആയിട്ട് വ്ളോഗൊക്കെ ഇടാൻ പറ്റും. ബട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. സോ ഇഫ് യു ഗൈസ് like my vlog, please do like, share and subscribe. Bye bye.